ഒരൊറ്റ ക്ലിക്കിൽ ഫോട്ടോയുടെ ലുക്ക് തന്നെ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള ഒരു ഫോട്ടോ എഡിറ്റർ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? ചിലപ്പോൾ നിങ്ങൾ തേടി നടന്ന ഒരു ഫോട്ടോ എഡിറ്റർ തന്നെയായിരിക്കും ഇത്. നിങ്ങൾ കണ്ടു നോക്കുക, എന്നിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. അമേസിംഗ് ആയിട്ടുള്ള എഡിറ്റിംഗ് ടൂളുകൾ ഇതിൻ്റെ അകത്ത് നൽകിയിട്ടുണ്ട്. ഈ രൂപത്തിലൊക്കെ നിങ്ങൾ എഡിറ്റ് ചെയ്തിട്ട് സ്റ്റോറി ആയിട്ട് ഇടുകയോ അല്ലെങ്കിൽ നിങ്ങൾ കവർ ഫോട്ടോ ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ ഫോട്ടോ ആയിട്ടോ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പല ആളുകളും നിങ്ങളോട് തന്നെ ചോദിക്കും ഇതെങ്ങനെയാണ് നിങ്ങൾ എഡിറ്റ് ചെയ്തത് എന്ന്. അപ്പോൾ ഏതാണ് ആ ഫോട്ടോ എഡിറ്റർ, എങ്ങനെയൊക്കെയാണ് എഡിറ്റ് ചെയ്യുന്നത് എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നെങ്കിൽ കമന്റ് ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ സൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ആപ്പ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ കാണാം, ഡൗൺലോഡ് ചെയ്യാം. ഇനി നിങ്ങൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഞങ്ങളുടെ സൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ആപ്പ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ കാണാം, ഡൗൺലോഡ് ചെയ്യാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെയാണ് കാണിക്കുക. ഇവിടെ ചിലപ്പോൾ പേയ്മെൻ്റ് ഒക്കെ ചോദിക്കും, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്കിവിടെ മുകളിൽ ഇൻഡോ മാർക്ക് ക്ലിക്ക് ചെയ്തിട്ട് അതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇപ്പോൾ സംഭവം ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. നോട്ട് എറ്റ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സംഭവം ഓപ്പൺ ആയിട്ടുണ്ട്. മുകളിൽ തന്നെ ഒരുപാട് ഓപ്ഷനുകൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ഓക്കെ, ഇതാ ഇവിടെ തന്നെ നിങ്ങൾക്ക് സ്റ്റിക്കേഴ്സിൻ്റെ ഓപ്ഷനൊക്കെ ഉണ്ട്. ഇവിടെ ഒരുപാട് ഓപ്ഷൻ താഴെയും ഉണ്ട്. നമുക്കിപ്പോൾ ഇവിടെ ഈ ബാക്ക്ഗ്രൗണ്ട് എന്ന ഭാഗത്ത് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ താഴെയും ഒരുപാട് ഓപ്ഷനുകൾ നമുക്ക് നൽകിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ബാക്ക്ഗ്രൗണ്ട് എന്ന ഭാഗത്ത് ഞാനൊന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. ഇവിടെ അലോ ആക്സസ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഗാലറി പെർമിഷൻ ഇവിടെ അലോ ഓൾ എന്ന് കൊടുക്കുക. എന്നിട്ട് ഗാലറിയിലുള്ള ഏതെങ്കിലും ഒരു ഫോട്ടോ ഇവിടെ നിങ്ങളൊന്ന് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആഡ്സുകൾ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് കുറച്ച് വെയിറ്റ് ചെയ്യുക, എന്നിട്ട് ഇവിടെ ഇതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി. വളരെ സിമ്പിളായിട്ടുള്ള ആഡ്സ് ആയിരിക്കും ഇതിൽ കാണിക്കുക. അതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അതങ്ങ് പോയിക്കോളും. ഓക്കെ, ഇതുപോലെ ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ നല്ല നല്ല ബാക്ക്ഗ്രൗണ്ടുകൾ വന്നു കഴിഞ്ഞു. ഒരൊറ്റ ക്ലിക്കിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാം. കണ്ടോ, ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഉടനെ തന്നെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് അവിടെ നിന്ന് ചേഞ്ച് ആയി. ഫോട്ടോ കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് വലിയ പണിയൊന്നുമില്ല. ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ ഫോട്ടോക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഒരുപാട് കാറ്റഗറീസ് ഉണ്ട് ഇവിടെ. ഓരോന്നും നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത് കണ്ടോ, ഇവിടെ മുകളിൽ ഒരുപാട് കാറ്റഗറീസ് നമുക്ക് നൽകിയിട്ടുണ്ട്. ഇഷ്ടമുള്ളത് നമുക്ക് തിരഞ്ഞെടുക്കാം. ഇവിടെ ട്രാവൽ ഉണ്ട്, അതുപോലെ തന്നെ സർക്കിൾ ഉണ്ട്, അതുപോലെ തന്നെ ലവ് ഉണ്ട്. ഇവിടെ അങ്ങനെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. ഇതൊക്കെ വളരെ മനോഹരമാണ്. നിങ്ങൾ ഓരോന്നും നോക്കുക, ഏതാണ് നിങ്ങളുടെ ഫോട്ടോക്ക് ബെറ്റർ ആയിട്ടുള്ളത് അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. കണ്ടോ, നല്ല പ്രൊഫഷണൽ ആയിട്ട് നമുക്ക് ഇത് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ഇഷ്ടം പോലെ കാറ്റഗറീസ് ഇതിൽ നൽകിയിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് ഇത് ഓക്കെ ആണെങ്കിൽ ഇതിപ്പോൾ ഞാനിപ്പോൾ ഇത് സെലക്ട് ചെയ്തു. ഇവിടെ നമുക്ക് ടിക്ക് മാർക്ക് കൊടുക്കാം. ടിക്ക് മാർക്ക് കൊടുത്താൽ ഉടനെ തന്നെ ഇവിടെ പരസ്യങ്ങൾ വരികയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. ഇവിടെ നമുക്ക് പെട്ടെന്ന് ക്ലോസ് ചെയ്യാൻ പറ്റും. കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക, ഇവിടെ ക്ലോസ് ചെയ്യേണ്ട ഓപ്ഷൻ വരും. ഇതുപോലെ നിങ്ങൾ ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി. ഉടനെ തന്നെ നിങ്ങൾക്കിത് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഓക്കെ, മുകളിൽ സേവ് എന്ന ഭാഗമുണ്ട്, ഞാൻ സേവ് ചെയ്യുന്നില്ല. ഇവിടെ താഴെ ഇനിയും ഒരുപാട് എഫക്റ്റുകൾ നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഓരോന്നോരോന്ന് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഇതിൽ നിന്നും ഇഷ്ടപ്പെട്ട ഈ ഒരു എഫക്റ്റ് ഇവിടെ അത് കൊടുത്തപ്പോൾ കണ്ടോ, റൗണ്ട് ആയിട്ട് നമ്മുടെ ഓരോ ഫോട്ടോന് അനുസരിച്ചിട്ട് നമുക്ക് ഇതുപോലെ എഫക്റ്റുകൾ കൊടുക്കാൻ സാധിക്കും. വളരെ മനോഹരമായിട്ട് നമുക്ക് എല്ലാ എഫക്റ്റുകളും യൂസ് ചെയ്യാൻ സാധിക്കും. ഇതൊക്കെ വളരെയധികം മനോഹരമാണ്. നിങ്ങൾക്ക് ആവശ്യത്തിന് അനുസരിച്ച് ഇവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതുപോലെ അതിൻ്റെ വലിപ്പം കൂട്ടാനും കുറക്കാനും ഒക്കെ പറ്റും. ഓക്കെ, ഇങ്ങനെയൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോട്ടോ എഡിറ്റർ ഞാൻ തന്നെ തേടി നടന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു എഫക്റ്റ് നമുക്ക് ഇതുപോലെ ഇങ്ങനെ കൊടുക്കാം. ഇതൊക്കെ നമുക്ക് പ്രൊഫൈൽ പിക്ചറായിട്ടൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ കവർ ഫോട്ടോ ആയിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത് ഓക്കെ ആണെങ്കിൽ ഇവിടെ നിങ്ങൾ ടിക്ക് മാർക്ക് കൊടുക്കുക. ടിക്ക് മാർക്ക് കൊടുക്കുമ്പോൾ വീണ്ടും പരസ്യങ്ങൾ വരികയാണെങ്കിൽ കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക, അതൊന്ന് ക്ലോസ് ആകുന്നത് വരെ. ഇവിടെ നമുക്ക് ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി. കുറച്ച് നേരം ഏകദേശം ഒരു സെക്കൻഡുകൾ കൊണ്ട് അത് ക്ലോസ് ആകും. ഓക്കെ, ആ ഒരു പരസ്യം നമുക്ക് ഇവിടെ തീർന്നു കഴിഞ്ഞു. ഇവിടെ നമുക്ക് അതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്കത് സേവ് ചെയ്യേണ്ട ഓപ്ഷൻ വരും. ഓക്കെ, ഇവിടെ സേവ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇവിടെ തന്നെ സ്റ്റാർ കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഓക്കെ കൊടുത്തതിന് ശേഷം വീണ്ടും സേവ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഗാലറിയിൽ അത് സേവ് ആയിട്ടുണ്ട്. നമുക്ക് ഗാലറി ഒന്ന് തുറന്നു നോക്കാം. ഇവിടെ ഗാലറി തുറന്നപ്പോൾ ആ ഒരു ഫോട്ടോ ഇവിടെ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ആയിട്ടുണ്ട്, എഫക്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ നിങ്ങളുടെ ഏത് ഫോട്ടോയും വളരെ നല്ല രൂപത്തിൽ എഡിറ്റ് ചെയ്യാൻ ഈ ഒരു ഫോട്ടോ എഡിറ്ററിലൂടെ സാധിക്കും. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ.
അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.